ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതിന് ഒരാഴ്ച മുന്നേ പാക്ക് ചെയ്യാൻ തുടങ്ങിയ ആളാണ് കേട്ടോ. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇന്നാണോ പോകുന്നത് നാളെയാണോ പോകുന്നതെന്ന് ചോദിക്കുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. അവളാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര പ്ലാനിങ്ങോടുകൂടിയൊക്കെ പോകുന്ന ആദ്യത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ട്രിപ്പിൻ്റെ പ്ലാനിങ് ഡീറ്റെയിൽസ് ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ കാണിച്ചത്. ഒരു 4 days റോഡ് ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലാനിലുള്ളതുപോലെ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ഇടുക്കി ഓൾമോസ്റ്റ് ഏരിയാസ് എല്ലാം ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഇടുക്കി എക്സ്പ്ലോറിങ് ഇല്ല, പക്ഷേ പോകാത്ത കുറച്ച് പ്ലേസ് വിസിറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനാണ് കേട്ടോ. എസ്പെഷ്യലി തമിഴ്നാട് ഏരിയയാണ് ഇപ്രാവശ്യം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂസ് യാത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേ ഞങ്ങൾ സൈറ്റ് സീയിങ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഫസ്റ്റ് ഡേ ഞങ്ങൾ ഇടുക്കിയിലൊന്ന് സ്റ്റേ ചെയ്തിട്ടാണ് സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഞങ്ങളുടെ സൈറ്റ് വിസിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിന്ന് തമിഴ്നാട് കാണാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് അറിയാവോ? തഞ്ചാവൂർ, വേളാങ്കണ്ണി, പാമ്പൻ പാലം ഇതൊക്കെയാണ്. നമുക്കപ്പോൾ ഒന്നിച്ച് പോയാലോ? ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങൾക്കും കാണിച്ചു തരാം. അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ഒരുപാട് കാടും മരങ്ങളും വെള്ളച്ചാട്ടവും കുരങ്ങനും പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു. പുതിയ പുതിയ കുറേ കാഴ്ചകൾ എനിക്ക് അവിടെ കാണാൻ പറ്റി. കാറിൽ ഞാനും അമ്മയും പപ്പയും മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരുമ്പോൾ അങ്ങ് കിടന്നുറങ്ങി. ഈ പോകുന്ന വഴിയിൽ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. ചിലത് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു, കുറച്ച് പേര് ഫുഡ് എടുത്തെറിയുന്നുണ്ടായിരുന്നു, കുറച്ച് പേര് പേൻ നോക്കുന്നുണ്ടായിരുന്നു, കുറച്ച് പേര് അടി ഇടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പോകേണ്ട എല്ലാവരെയും വീഡിയോയിലൊന്നും കിട്ടിയില്ലെന്നേ. എനിക്ക് പോകുന്ന വഴിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കുരങ്ങന്മാരെയൊക്കെയാണ് കേട്ടോ. കുറച്ച് നേരം കണ്ടിന്യൂസ് വോയിസ് ഓവർ കൊടുത്തപ്പോൾ ആളിന് ബോറടിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വോയിസിന് ഞാനാണ് കൊടുക്കാൻ പോകുന്നത്. ഇടയ്ക്ക് ചിലപ്പോൾ മൂടുള്ളപ്പോൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവളുടെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളുടെ ഈ യാത്രയുടെ ബിഗിനിങ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതുപോലെ നിറയെ പച്ചപ്പും കാടിനിടയിൽ കൂടെ പോകുന്ന ആ ഒരു ആംബിയൻസ് ആയിരുന്നേ. ആ നേച്ചറിൻ്റെ ബ്യൂട്ടി നന്നായിട്ട് അറിയുന്ന രീതിക്കാണ് ഈ ഇടുക്കി പിന്നെ തമിഴ്നാട് ബിഗിനിങ് ഒക്കെ ആയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാനൊക്കെ. പക്ഷേ ഈ യാത്രയുടെ അവസാനമൊക്കെ ആയപ്പോൾ ഒന്ന് പച്ചപ്പ് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. അതെന്തായാലും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ യാത്രയും പുതിയ പുതിയ അനുഭവങ്ങൾ നൽകുന്നത് പോലെ തന്നെയായിരുന്നു ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. ഈ നമ്മളുടെ ക്യാമറയിൽ പതിഞ്ഞതിനേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ നേരിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. പല കാഴ്ചകളും ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അയ്യോ ഈ ഭംഗി ക്യാമറയിൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ചില കാഴ്ചകളൊന്നും ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ അത് മാറ്റി വെച്ചിട്ട് നീ നേരിട്ട് കാണൂ എന്നൊക്കെ ഏട്ടനും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുന്നേ നിങ്ങൾ ആ ബോർഡ് കണ്ടാണോ, ക്യാഷ് പ്രൗൺ ഏരിയ എന്ന്. നമ്മൾ പോകുന്നിടത്ത് പലയിടത്തും ഇതുപോലെ വലിയ വലിയ ബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഒരിക്കലും പരിചയമില്ലാത്ത പിരിവുകളിലൊന്നും വീണ് പോകാതെ സൂക്ഷിക്കേണ്ടത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഗ്ലാസ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സൈഡിൽ ഒതുക്കിയിട്ടിട്ട് നിൽക്കാനോ അങ്ങനെയൊന്നും പാടില്ലായിരുന്നു. സോ അങ്ങനത്തെ ബോർഡൊന്നും ഉള്ള ആ ഒരു ഏരിയയിലൊന്നും ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പം തേനിയ മുന്തിരിത്തോപ്പിൻ്റെയൊക്കെ ആ ഭാഗത്തൂടാണ് കേട്ടോ. പക്ഷേ പലതവണയും ആ കമ്പം തേനിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങണ്ട എന്നുള്ള പ്ലാനിങ്ങിലാണ് പോയത്. കാരണം അവിടെ ഇറങ്ങുമ്പോൾ വീണ്ടും സമയം ലേറ്റാവും, അടുത്ത് കാണാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റാണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് ഇടുക്കിയിലേക്ക് പോയപ്പോൾ തിരുവനന്തപുരത്തെക്കാളും ചൂട് കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി ഒരു തണുപ്പിൻ്റെ ഒരു ഫീലൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ. പക്ഷേ നമ്മൾ തമിഴ്നാട് കയറിയപ്പോൾ ആ തണുപ്പെല്ലാം പോയി. തിരുവനന്തപുരത്തെക്കാളും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ആ ചൂടത്തും അവർക്കിത് യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് ഇങ്ങനെ ചെരുപ്പൊന്നും ഇടാതെയാണ് അവിടെ യാത്ര ചെയ്യുന്നത്. ചിലർ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഷർട്ട് പോലും ഇല്ലാതെ ബൈക്ക് ഓടിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മളൊക്കെ ആണെങ്കിൽ സൺബേൺ ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയിൽ കേട്ടിട്ട് അതെല്ലാം ശ്രദ്ധിച്ചിറങ്ങുന്നവരൊക്കെയാണ് നമ്മൾ.
ഞാൻ ഒരുപാട് ദൂരത്തേക്കൊന്നും യാത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ വേറെ കൾച്ചർ, അവരുടെ ട്രഡീഷൻ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര കൗതുകത്തോടെ എപ്പോഴും നോക്കി കാണുന്നത് തമിഴ്നാടോട്ട്. ഞാൻ വേറെ ജില്ലകളിലൊന്നും അധികം ട്രാവൽ ചെയ്തിട്ടില്ല. ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളത് ഈ ഇടുക്കി, തമിഴ്നാടു ഇതൊക്കെയാണ്. അപ്പോൾ ഇടുക്കി ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റൈലിലെ മലയാളീസ് ആണല്ലോ കൂടുതലും. പക്ഷേ തമിഴ്നാട് കയറുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതെനിക്ക് അവരുടെ കൾച്ചർ അഡാപ്റ്റ് ചെയ്യണം എന്നല്ല, പക്ഷേ നമുക്ക് കൗതുകത്തോടെ അയ്യോ അവരെങ്ങനെ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നു, അതെങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിക്ക് നമ്മൾ ചിന്തിക്കത്തില്ല. ആ രീതിക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോക്കാറുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ഈ കുടത്തിലൊക്കെ വെള്ളമൊക്കെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകത്തില്ല. ആ കാഴ്ചകളൊക്കെ ഇപ്പോഴും അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു സന്ധ്യാസമയമാകുമ്പോൾ ഈ തമിഴ്നാടൊക്കെ നമ്മൾ കാണുന്നതാണ് ഇപ്പോഴും. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്തും കാണാൻ പറ്റുമായിരിക്കും. തമിഴ്നാട് നമ്മൾ കാണുന്നതാണ് ഒരു വില്ലേജിലെ എല്ലാ ആൾക്കാരും കൂടെ കൂടിയിട്ട് വീടിന് പുറത്ത് ഏതെങ്കിലും ഒരു തണലിൽ കുറച്ച് കല്ലൊക്കെ കൂട്ടി അടുപ്പൊക്കെ ആക്കിയിട്ട് അതിലിരുന്ന് ഈ കപ്പയൊക്കെ പുഴുങ്ങി നമ്മുടെ മരച്ചിനെയൊക്കെ വേവിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് കൂട്ടത്തോടെ കഴിക്കുന്ന കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങനെയുള്ള യാത്രകൾക്കിടയിൽ കാണാറുണ്ട്. കൂടാതെ നമ്മളുടെ ഈ കൗതുകങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾക്ക് ആൾക്കാരൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഇങ്ങനെ പശുവിനെയൊന്നും അവിടെ അങ്ങനെ കെട്ടിയിടാറൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് മെയിൻ ടാസ്ക്കായിട്ട് വരുന്നത്. എപ്പോൾ അവരെടുത്ത് ചാടും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടുത്തെ ടോൾ റേറ്റൊക്കെ ഭയങ്കര കുറവായിരുന്നു. കാറിനൊക്കെ 40 റുപ്പീസ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ടോൾ റേറ്റൊക്കെ വരുന്നത്. ചിലയിടങ്ങളിലൊക്കെ ആണെങ്കിൽ ടോൾ ബൂത്ത് കംപ്ലീറ്റ് അടിച്ച് പൊട്ടിച്ചൊക്കെ ഇട്ടിരിക്കുന്നത് കാരണം ചിലയിടത്ത് അടയ്ക്കേണ്ടിയും വന്നില്ല. അടിച്ച് പൊട്ടിച്ചൊക്കെ അതിൻ്റെ ഗ്ലാസ് എല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം അങ്ങനെ ഓപ്പണായിട്ട് നമുക്ക് പേയിങ് കൗണ്ടറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടുത്തെ റോഡൊക്കെ നല്ല വെൽ ഡെവലപ്ഡ് ആയത് കാരണം ട്രാവലിംഗ് ഒക്കെ നല്ല ഈസി ആയിരുന്നു. നമ്മുടെ മാപ്പും കൂടെ വെച്ച് നമുക്ക് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ യാത്ര വളരെ സുഖമായിരുന്നു. കാരണം അധികം വളവോ തിരിവോ ഹെയർ പിന്നോ അങ്ങനെയൊന്നും തിരിഞ്ഞ് പോയിന്നും ബുദ്ധിമുട്ടേണ്ട. വളരെ സ്ട്രെയിറ്റ് റോഡായത് കാരണം അതൊരു വളരെ ഈസി ടാസ്ക് ആയിരുന്നു കേട്ടോ നമുക്ക്. ഇതൊക്കെ ഭയങ്കര നട്ടുച്ച സമയത്തുള്ള നമ്മളുടെ യാത്രയ്ക്കിടയിലെ കാഴ്ചകളാണ് കേട്ടോ. ഭയങ്കര മൊട്ട വെയിലാണ്. ഞങ്ങൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെന്തു പോകുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അത് കണ്ട കൗതുകമായിട്ടുള്ള മറ്റൊരു കാഴ്ചയാണ് ഒരു അമ്മച്ചി സൈക്കിൾ ചവിട്ടി വരുന്നത്. അത്ര ക്ലിയറൊന്നും അല്ല, എന്നാലും ഇതൊക്കെ നമുക്ക് അവിടെ കാണുമ്പോൾ ഭയങ്കര കൗതുകമായിട്ട് തോന്നും. സാരിയൊക്കെ ഇട്ടിട്ട് ഞാൻ 2 വീലർ ഓടിക്കുമ്പോൾ ഞാൻ സാരിയൊന്നും ഇട്ടുന്ന ദിവസം ഞാൻ ഡ്രൈവ് ചെയ്യാറേ ഇല്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു, എങ്ങനെ ഈ അമ്മച്ചി ഇതൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കുന്നു എന്നൊക്കെ ഉള്ളത്. പിന്നെ മറ്റൊരു കാഴ്ചയാണ് അവിടെ ആരും ഹെൽമെറ്റൊന്നും വെച്ചിട്ടില്ല. അവിടെ ഹെൽമെറ്റ് വെക്കുന്നവരാണെങ്കിൽ ആ ഹെൽമെറ്റിനകത്ത് അവർക്ക് ഫോൺ ചെയ്യാനായിട്ട് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം എന്നുള്ളവരുടെ തലയിൽ മാത്രമാണ് കൂടുതലും ഹെൽമെറ്റ് കണ്ടിരുന്നത്. പിന്നെ കൂടുതലും അവിടെ എപ്പോഴും പശു, ആട് ഇവരെല്ലാവരും റോഡ് ക്രോസ് ചെയ്യാനും അവിടെ മേഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്ന കണ്ടു. പിന്നെ ഇവിടെ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകളൊക്കെയാണ് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഫുൾ അവിടെ ആടിനെ ഇങ്ങനെ മേയാനായിട്ട് വിട്ടേക്കാണ് കേട്ടോ. അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് തഞ്ചാവൂർ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് പോകുമ്പോഴേ ആ ടെമ്പിളിൻ്റെ ടോപ്പ് പോർഷനൊക്കെ ദൂരന്നേ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു ഉച്ച സമയത്താണ് അവിടെ എത്തിയത്. അപ്പോൾ നല്ല വെയിൽ തന്നെയായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ഏരിയ എന്ന് പറയുന്ന വലിയ തണലൊന്നുമല്ല, നല്ല ചൂടടിച്ച് കിടക്കുന്നതും കരിങ്കല്ല് പോലത്തെ ഒരു ഫ്ലോറിങ്ങൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കയറുന്ന സ്പേസിൽ നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് കയറിയത് കൊണ്ട് ആദ്യമൊന്നും ചൂടറിഞ്ഞില്ല. പക്ഷെ അവിടുന്ന് ആദ്യത്തെ ഒരു എൻട്രൻസ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ കൊടുത്തിട്ട് ഒരു കൗണ്ടറിൽ കൊടുത്തിട്ട് ഇറങ്ങേണ്ട ഒരു സ്റ്റേജ് വരും കേട്ടോ. അപ്പോഴാണ് ഞങ്ങളാകെ പെട്ടുപോയത്. ഒട്ടും ഞങ്ങൾക്കവിടെ നിൽക്കാൻ പറ്റുന്നത്. ഇത് ചെരുപ്പൊക്കെ കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഏരിയ ആണ് കേട്ടോ. അതിന് മുന്നേ അവിടെ നിന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇതിനുള്ളിൽ കയറിയാൽ നമുക്കൊരു 15 ഏരിയാസാണ് കംപ്ലീറ്റ്ലി നമുക്ക് കണ്ട് തീർക്കാനായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് തണൽ കിട്ടുന്ന ഏരിയയിൽ കുറേ പേരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവരെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അകത്തേക്ക് അങ്ങനെ കയറി.
അപ്പോൾ ഇവിടുത്തെ ആ ടെമ്പിളിൻ്റെ ആ ടോപ്പ് പണിതിരിക്കുന്നതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വളരെ സൂപ്പറായിരുന്നു. അപ്പോൾ ഈ ഗേറ്റ് കഴിയുമ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് അവിടെ കൗണ്ടറിലേക്ക് പോയി ചെരുപ്പ് വെക്കാനൊക്കെ പറഞ്ഞിട്ട് വിട്ടത്. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി അവിടെ കൗണ്ടറിലൊക്കെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അതിനകത്ത് നിന്നപ്പോൾ ചെരുപ്പ് അഴിച്ചിട്ട സമയത്തൊന്നും വലിയ ചൂടൊന്നും അടിച്ചില്ല. കാരണം അവിടെ ഇങ്ങനെ റൂഫൊക്കെ ചെയ്തിട്ടുള്ളത് കാരണം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾ ഈ ചെരുപ്പില്ലാതെ പുറത്തോട്ട് ഇറങ്ങി വന്ന് പിന്നെ ആ തറയിൽ ചവിട്ടിയപ്പോഴാണ് കേട്ടോ, ആ കരിങ്കല്ലിൻ്റെയൊക്കെ മീതെ ചവിട്ടുമ്പോഴാണ് പിന്നെ നമുക്ക് ഒട്ടും ഹായ കണ്ടില്ല. ഹായയുടെ കാല് അവൾക്ക് കുത്താൻ പറ്റാത്ത രീതിക്ക് അവൾ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അവിടെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മാറ്റിൽ ചവിട്ടിയിട്ടും വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല വെയിലടിച്ചിങ്ങനെ പഴുത്ത് കിടക്കുമായിരുന്നു എന്ന് പറയില്ലേ, ആ രീതിക്കായിരുന്നു. കട്ട വെയിലാണ് ആ ഏരിയയിലോട്ട് വന്ന് അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എത്ര വെയിലും ചൂടുവാണെങ്കിലും ഒരുപാട് ടൂറിസ്റ്റേഴ്സ് അവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറിയപ്പോഴും ഇറങ്ങിയപ്പോഴും ഒക്കെ ഒരുപാട് പേര് ട്രാവലറിലും ഒക്കെ ആയിട്ട് വരുന്നവർ ഒരുപാടുണ്ടായിരുന്നു. അവിടുത്തെ ആ പ്രെയർ ടൈം എന്തൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങളകത്ത് കയറി ഒരു കുറച്ച് സമയമായപ്പോൾ അവരുടെ പ്രെയർ ടൈമായി. അപ്പോൾ ഇങ്ങനെ തൊഴാനും അവിടെ ഇങ്ങനെ അവരുടെ പൂജകളും അതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ അകത്ത് കയറിയപ്പോഴും ഞങ്ങൾക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. ഹൈയും ഭയങ്കര ബഹളമായിരുന്നു. ഒക്കെ കാല് തറയിൽ വെക്കാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്നൊന്ന് ഓടിയെല്ലാം ഒന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പെറ്റ് പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഞങ്ങൾ പോയി അവരുടെ ബ്രോഷറൊക്കെ വാങ്ങി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത്ര വർത്തായിട്ടോ അത് എൻജോയ് ചെയ്യുമെന്നൊന്നും തോന്നിയില്ല. പക്ഷെ വരുന്ന വഴിക്ക് ഞങ്ങൾ വേറൊരു കിഡ്സ് പാർക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാർക്കിലേക്ക് അവളെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. യാത്രയിൽ ഒരിക്കലും നമ്മളുടെ സൈഡ് വിസിറ്റ് മാത്രമല്ല ഞങ്ങൾ കൺസിഡർ ചെയ്തത്, അവളെ അതിൻ്റെ കൂടെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കിട്ടുമെന്നും കൂടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് സെർച്ച് ചെയ്യുന്നതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയതാണ്. ഇതൊരു തമിഴ്നാട് തന്നെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഓപ്പൺ പാർക്കാണെന്ന് തോന്നുന്നു. അവിടെ കിഡ്സിന് ഫ്രീ എൻട്രിയാണ്, വലിയവർക്ക് 5 രൂപ മാത്രമാണ് കേട്ടോ. 5 രൂപ വീതം. അപ്പം ഞങ്ങൾക്ക് ടോട്ടൽ 10 രൂപ മാത്രമാണ് ഇതിനകത്ത് കയറാനായിട്ട് ചിലവായിട്ടുണ്ടായിരുന്നത്. അതും എത്ര സമയം വേണോ നമുക്ക് അവിടെ കളിക്കാം. പിന്നെ ചില ഐറ്റംസിന് മാത്രം അവിടെ പേ ചെയ്യേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പിന്നെ കിഡ്സിന് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഈ റൈഡ്സും ടോയ്സും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത് യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ മറ്റേ മ്യൂസിയത്തൊക്കെ ആയി കൊണ്ടുപോകുമ്പോൾ അവിടെ ഇങ്ങനെ ടൂറിസ്റ്റേഴ്സ് ആരൊക്കെയോ വന്ന് ഈ ഊഞ്ഞാലിലൊക്കെ ഇരിക്കുമ്പോൾ വന്ന് സെക്യൂരിറ്റീസ് ഓട്ടിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ അവിടെയൊന്നും ഇത് ടച്ച് ചെയ്യാൻ, അഡൽട്സ് ഒന്നും ടച്ച് ചെയ്യാൻ പോലും പാടില്ല. പിന്നെ അവൾ അവിടെ നിന്ന് ഓടി അഡൽട്സിൻ്റെ ഒരു ഓപ്പൺ ജിം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കിഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹൈയും പോയി. പിന്നെ നമ്മളൊട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ അവൾ കളിക്കുന്നതിൻ്റെ കൂടെ ബോറടിച്ചത് കാരണം ഞാനും അവിടെ കയറി ഇരുന്നു. എന്നിട്ട് ഏട്ടനോട് പറയുമായിരുന്നു, ഇത് ചവിട്ടി അങ്ങ് വീട്ടിലെത്തുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. കാരണം അവിടുത്തെ അന്ന് നല്ല ചൂടെടുത്ത് നല്ല ടയേർഡായിട്ടാണ് കേട്ടോ അവിടെ വന്നെത്തിയത്. അങ്ങനെ പിന്നെ കുറച്ച് സമയം ഞാനും ഏട്ടനും എല്ലാം അവളുടെ കൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ പതിവ് പോലെ തന്നെ പാർക്കിൽ നിന്നൊക്കെ ഇറക്കുമ്പോൾ പതിവ് കരച്ചിലെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വല്ല വിധവും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് ഇറക്കി. പിന്നെ ഏട്ടൻ പണ്ട് ചെയ്യുമായിരുന്ന ചില കലാപരിപാടികളാണെന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ്റെ നൊസ്റ്റ് വന്നപ്പോൾ ഹയയും അതൊക്കെ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറ്റി കളിപ്പിക്കുകയാണ്. ഇനിയപ്പോൾ ഞങ്ങളുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് വേളാങ്കണ്ണിയിലേക്കാണ്. അവിടെ ഞങ്ങൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ വഴി. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ച് പോകുമ്പോഴാണ് അവിടെ അടുത്തൊരു അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വെച്ചിരിക്കുന്ന ഈ ആർച്ച് പോലത്തെ സാധനമില്ലേ, പേരെനിക്കറിയില്ല. ദൂരെ നിന്ന് കണ്ടപ്പോൾ എനിക്കത് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ച് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. സംഭവം അവർ ആ കാവടിയോ അങ്ങനെ എന്തോ എടുത്ത് വെച്ചിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് വേളാങ്കണ്ണി എത്തിയിട്ടുണ്ട് കേട്ടോ. വേളാങ്കണ്ണിയിൽ ഞങ്ങളപ്പോൾ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, റൂം ഉറപ്പായിട്ടും എടുക്കുമല്ലേ എന്ന്. ഞങ്ങൾ വരുന്നത് പറഞ്ഞ ടൈമിനേക്കാളും എത്താനായിട്ട് ലേറ്റായി. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ അവിടെ അഗ്നിക്കാവടിയൊക്കെ റോഡിൽ വെച്ചൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള സംഭവമൊക്കെ കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നേരെ വിഷ്വലൊന്നും കിട്ടിയില്ല. അങ്ങനെ അതും നോക്കി. അപ്പോൾ ഇന്ന് ഉത്സവ സീസണാണെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്കൊക്കെ ഓരോ ഏരിയയിൽ ഉത്സവത്തിൻ്റെ ഓരോ ഇതൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കളിച്ച് തളർന്ന് ആകെ ക്ഷീണിച്ചാണ് ഞങ്ങളെല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ച് മുഷിഞ്ഞു കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലെത്തി ഒന്ന് ഫ്രഷായെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പോവാണ്.
അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ എത്താറായി. അങ്ങനെ ഹോട്ടൽ ഉദയം ഇൻ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഞാനവിടെ ചെന്നിട്ട് ആ റൂമിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഫ്രഷ് ആവാൻ എന്തോ പോയ സമയത്ത് എൻ്റെ ഫോൺ എടുത്ത് വെച്ച് കളിച്ചപ്പോൾ അവിചാരിതമായി കിട്ടിയ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. അവൾ കൊച്ചി TV കാണുന്നതെല്ലാം അവളിങ്ങനെ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഒരുപാട് വലിയ റൂമൊന്നും അല്ല ഞങ്ങൾക്ക്, കാരണം രാവിലെ തന്നെ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്പോട്ട് ബുക്ക് ചെയ്യുമ്പം നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ഓൺലൈൻ വഴി ഞങ്ങൾ ബുക്ക് ചെയ്തത് കാരണം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് കിട്ടിയത് കേട്ടോ. പിന്നെ അവിടെ പോയിട്ട് ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നു ഞങ്ങൾക്കൊരു ടാസ്ക് എന്ന് പറഞ്ഞാലും. തലേ ദിവസം ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ് ഫ്ലോപ്പായിരുന്നു. പക്ഷേ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അത് തപ്പിപ്പോയി കുറേ ദൂരം എത്തിയിട്ടും കണ്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ എൻ്റെ കണ്ണിൽ ഇത്രയും ഇംഗ്ലീഷ് ബോർഡിനിടയിൽ ഒരു മലയാളം ബോർഡ് ഇങ്ങനെ പെട്ടെന്ന് തുടങ്ങി, ഹോട്ടൽ അച്ചായൻസ്. പിന്നെ ഇത് കണ്ട പാടെ ഞാൻ ബാക്കിയെല്ലാം മറന്നു കേട്ടോ. കാരണം തലേ ദിവസം രാത്രി എനിക്ക് കിട്ടിയത് അത്ര ഫ്ലോപ്പായിട്ടുള്ള ഫുഡായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്തായാലും സമാധാനിക്കാനായിട്ട് നമ്മളുടെ വീട്ടിലുണ്ടാക്കിയതുപോലെ തന്നെ നല്ല നാടൻ ഫുഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പൊറോട്ട ഫാൻ ആയതുകൊണ്ട് അവൾക്ക് പൊറോട്ട തന്നെ ഓർഡർ ചെയ്തു. ഞാൻ പുട്ടും കടലക്കറിയും ഒക്കെ ആയിട്ട് കഴിച്ചു. സംതൃപ്തിയായി എന്ന് പറയുന്ന അവസ്ഥയായി. പിന്നെ അവിടെ പതിവ് കാണുന്നതാണ് ഈ നൊങ്കിൻ്റെയൊക്കെ കാഴ്ച. പിന്നെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ സ്റ്റൗവോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് വേണം ഇനി ഇതുപോലത്തെ ട്രിപ്പിനിറങ്ങാൻ. കാരണം അവിടുന്ന് ആദ്യം ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ ആ ഒരു ഇത് ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വേളാങ്കണ്ണിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വേളാങ്കണ്ണി കാണാൻ പോകുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പോയിട്ട് വന്നതും പോയ കഥകളും പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ബോട്ടിലെ എണ്ണയും കുപ്പിയിൽ വലിയ കുപ്പിയിൽ ഈ തീർത്ഥവും അതൊക്കെ ഞാൻ കൊണ്ടുവരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ മനസ്സിലൊരാഗ്രഹം കാണില്ല നമുക്കും പോകണം എന്നുള്ളൊരു അങ്ങനെ ഒരു രീതിക്കുള്ള യാത്രയാണെന്ന് വേണേൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി. നമ്മുടെ ആ റൈറ്റ് സൈഡിൽ എൻഡിൽ കാണുന്നതാണ് പള്ളി. ഇനി അങ്ങോട്ട് പോയാൽ പാർക്കിംഗ് ഉണ്ടോ അതോ വേറെ എവിടെയെങ്കിലും ആണോ പാർക്ക് ചെയ്യേണ്ടത്, ഇതൊക്കെ ചിന്തിച്ചാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആരോ വന്ന് പറഞ്ഞു ആ റൈറ്റ് സൈഡിലോട്ട് കയറിയാൽ മതി, അതിനുള്ളിലേക്ക് പാർക്കിംഗ് ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ പാർക്കിങ്ങിലേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ പള്ളി ഇങ്ങനെ ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണി എന്ന ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. വേളാങ്കണ്ണിയിൽ വണ്ടി പാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ ഏട്ടൻ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് അവിടെ ടോട്ടൽ 3 പള്ളികളുണ്ടെന്നും ഏട്ടൻ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഇതാണ് മെയിൻ ചർച്ചിൻ്റെ ഉൾഭാഗം. സത്യത്തിൽ മറ്റ് ബാക്കി ചർച്ചിലൊക്കെ കയറിയപ്പോൾ ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ജസ്റ്റ് അവിടെ അകത്തിരുന്നപ്പോൾ ഏട്ടൻ എടുത്ത കുറച്ച് വിഷ്വൽസൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് കയറിയപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കേണ്ട ഒരു മൂഡൊന്നും അല്ലായിരുന്നു. പിന്നെ നമ്മൾ പോയതല്ലേ എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ എന്തോ മനസ്സിലെനിക്ക് അങ്ങനെ എടുക്കണം എന്നുള്ളൊരിതും ഇല്ലായിരുന്നു. പക്ഷേ ടോട്ടലി അവിടെ എത്തിയപ്പോഴും ഒരു 10-11 മണി സമയമാണെങ്കിലും നന്നായിട്ട് ടയേർഡായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി പ്രാർത്ഥിച്ചു. കുറച്ച് നേരമൊക്കെ അവിടെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഷോപ്പിങ്ങിന് കിട്ടിയതാണ് ഹയയുടെ ചെവിയിൽ ഇരിക്കുന്നതൊക്കെ. ഹയം കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോപ്പിംഗ് ഇല്ലാതെ ഞങ്ങൾക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ലല്ലോ. പിന്നെ പലയിടത്തും കണ്ട കാഴ്ചയാണിത്. ഇതുപോലെ ഈ കാവടി റോഡിൽ ഒരാളൊക്കെ നിന്നിട്ടായിരിക്കും അതിൻ്റെ ചുറ്റിനും ആൾ കാണും. അങ്ങനെയൊക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഇതുപോലെ കരിക്ക് അത്ര അവിടുത്തേത് കൊള്ളത്തില്ലായിരുന്നു, നൊങ്ക് നല്ലതായിരുന്നു. അങ്ങനെ നൊങ്കൊക്കെ ഞങ്ങൾ കിട്ടിയപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ചാണ് കേട്ടോ യാത്ര തുടർന്നത്. പിന്നെ ഇത് കൊല്ലത്തോട്ട് പോകുമ്പോഴുള്ള കാളച്ചന്തയൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഫീല് വന്നു കേട്ടോ. ഇത് അങ്ങനെ കുറേ കാളയും പശു എല്ലാം അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരുടെ ഡൗട്ടായിരുന്നു ഇത്രയും ദിവസം ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ഹൈവേയും കൊണ്ട് എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്തു, ബുദ്ധിമുട്ടായിരുന്നില്ല എന്ന്. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൾ
കുഞ്ഞിലേ തൊട്ട് അത്യാവശ്യം യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ബാക്ക് സീറ്റിൽ ഞങ്ങൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്ക് സീറ്റിലാണ് അവൾ കൂടുതൽ സമയവും. അവൾ കിടക്കണമെങ്കിൽ ഒരു പില്ലോയൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പില്ലോ വെച്ചിട്ട് അവൾ കുറേ സമയം ഉറങ്ങുമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് അവൾ ഇത്തിരി സൈറ്റ് സീയിങ് കഴിയുമ്പോൾ ഒന്ന് ക്ഷീണിക്കും. പിന്നെ കയറി വന്ന് നടന്ന് കുറേ നേരം ഉറങ്ങും. പിന്നെ അടുത്ത സ്പോട്ട് എത്തുമ്പോൾ അവൾ വീണ്ടും എഴുന്നേക്കും. അങ്ങനെയൊക്കെയായിരുന്നു ഹയയുടെ റുട്ടീൻ. പിന്നെ എവിടെയെങ്കിലും ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ പതിവ് പോലെ എല്ലാവരും കരയുന്നത് പോലെ അത് വാങ്ങിത്തരൂ ഇത് വാങ്ങിത്തരൂ എന്നുള്ള വാശി കോമൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കുള്ള സ്നാക്സ് ഐറ്റംസ് എല്ലാം ഞങ്ങൾ ഇവിടുന്ന് കരുതിയാണ് പോയത്. പിന്നെ മെയിൻ ഫുഡൊക്കെ വന്നപ്പോൾ തമിഴ്നാട് എത്തിയ ആ ടൈം മാത്രമാണ് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫൈനൽ ആ രാത്രിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കിട്ടാനായിട്ട് നല്ല ഹോട്ടൽസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഹോട്ടൽ. പിന്നെ ഫൈനലി കയറിയത് നല്ലതായിരുന്നു, പക്ഷേ ഇച്ചിരി ഡിലേ ആയി. പിന്നെ ഇത് നമ്മളുടെ വീട്ടിലൊക്കെ വാങ്ങുന്ന ഉപ്പില്ലേ, സോൾട്ട്, ആ സോൾട്ട് അവർ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ ഒരുപാട് വണ്ടി വന്ന് ഇത് കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഏരിയയിൽ ഷീറ്റിട്ടിങ്ങനെ മൂടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രോസസ്സിങ് കഴിഞ്ഞ് അവരെടുത്ത് വെച്ചിട്ടുള്ള സോൾട്ടായിരിക്കണം. ഇവിടെ ഈ മൂടി ഇട്ടിരിക്കുന്നതൊക്കെ സോൾട്ടാണ്. പിന്നെ ഇത് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തെ സൈഡ് കടലാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ആ കടൽ വെള്ളമൊക്കെ അവരിങ്ങനെ കളക്ട് ചെയ്തിട്ടായിരിക്കണം ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കണ്ടത് കാരണം ഇറങ്ങി നിന്ന് അതിൻ്റെ വിഷ്വലൊന്നും എടുത്തൊന്നുമില്ല, ജസ്റ്റ് പാസ് ചെയ്തപ്പോൾ കണ്ടതാണ്. നമ്മളിപ്പം പാസ് ചെയ്യുന്ന ആ ഏരിയ എന്ന് പറയുന്നത് അതിനടുത്ത് വീടുകളോ അങ്ങനെയൊന്നുമില്ല, ആൾപ്പാർപ്പൊന്നും ഇല്ലാത്ത സ്ഥലം എന്ന് പറയില്ല, അതുപോലെയാണ്. ഇവിടെ ഈ ഒരു ബിസിനസ് മാത്രം നടക്കുന്ന ഒരു വലിയ സ്പേസാണ്. അവിടെയാണ് ഇത്രയും ആ പ്രോസസ്സിങ് നടക്കുന്നതുകൊണ്ട് കുറച്ച് ദൂരം ആളിനെ കണ്ടത്. പിന്നെ അങ്ങനെ ആ ഒരു സൈഡ് വഴി കുറേ പശുവും എല്ലാം ഇങ്ങനെ അഴിച്ച് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. കൂട്ടമായിട്ട് വരുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ ദൂരം ആൾപ്പാർപ്പില്ലാത്ത സ്ഥലവും പിന്നെ ഇവരുടെ ഈ മെയിൻ ജംഗ്ഷൻ പോലെ എന്തോ എത്തുമ്പോൾ അവിടെ കടകളും വീടുകളും ഭയങ്കര ആൾത്തിരക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കുറച്ച് മനുഷ്യമുഖങ്ങളെയൊക്കെ കണ്ടല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ കൂടുതൽ രസകരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് വണ്ടിയിലെ യാത്രകളാണ്. ഒരു വണ്ടിയിൽ തന്നെ എത്ര പേര് കയറാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം കയറി യാത്ര ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. സ്കൂട്ടിയുടെയൊക്കെ ക്യാരിയറിൽ വരെ ആൾക്കാർ വെച്ചിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് ചില വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ എനിക്കറിയില്ല അത് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ പിന്നെ ഈ ഏരിയ ഫുൾ ഇങ്ങനെ ഈ പനയാണ്. പനയിൽ അവിടെ നമുക്ക് കാണാം ഈ നൊങ്കൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നൊങ്ക ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുള്ളത് കാരണം നൊങ്കൊക്കെ വെട്ടി അതിൻ്റെ മടലും അതൊക്കെ അവിടെ താഴെ ഇട്ടിരിക്കുന്നതൊക്കെ കാണാമായിരുന്നു. അങ്ങനെ ഇനി ഞങ്ങൾ പോകുന്നത് പാമ്പൻ പാലത്തിലോട്ടാണ്. പോകുന്ന ആ ഏരിയയിൽ ദൂരം നിന്ന് തന്നെ നമുക്ക് ബീച്ച് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ മിസ്സായിപ്പോയ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്ന ഒന്നാണ് മധുരൈ മീനാക്ഷി ടെമ്പിൾ. പക്ഷേ മധുരൈ മീനാക്ഷി ടെമ്പിളിൽ ഉത്സവം നടക്കുന്നത് കാരണം അങ്ങോട്ട് ആ ഏരിയയിലോട്ടേ അടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ ഏരിയ വിട്ടിട്ട് ആണ് നേരെ തഞ്ചാവൂരിലേക്ക് വിട്ടത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം വന്നപ്പോഴാണ് ധനുഷ്കോടി ആ റൂട്ട് 6 മണി വരെയൊക്കെ 5-6 മണി വരെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളെത്തിയപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു. ധനുഷ്കോടിയുടെ അകത്തേക്ക് നമുക്ക് കയറാനും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്ന് അല്പം തന്നെ മാറിപ്പോയി. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിലൊന്നായി വിശേഷിപ്പിക്കുന്ന പാമ്പൻ പാലത്തിലൂടെയാണ് കേട്ടോ. ഇക്കഴിഞ്ഞ ഏപ്രിൽ 6-ാം തീയതി പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി വന്ന് ഉദ്ഘാടനം ചെയ്തു എന്ന് നമ്മൾ പത്രത്തിലൂടെയും ടി വിയിലൂടെയൊക്കെ അറിഞ്ഞാണല്ലോ. അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഞങ്ങൾ പോയത് ഒരു വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ ഈ കപ്പലും എല്ലാം വന്ന് കൂട്ടത്തോടെ നിൽക്കുന്നതൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി നമുക്ക് എപ്പോഴും കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വിഷ്വൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കപ്പലുകൾ വരുമ്പോൾ കപ്പലുകൾക്ക് പോകാനായിട്ട് ഒരു ഭാഗം ഉയർന്ന് പൊങ്ങുന്ന രീതിക്ക് ഉള്ള രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണ് കേട്ടോ ഈ പാമ്പൻ പാലത്തിലുള്ളത്. ഞങ്ങളെത്തിയത് ഒരു വൈകുന്നേര സമയം, ഒരു 5:30-6 മണി ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ
സൺസെറ്റിൻ്റെയൊക്കെ ഒരു സമയം ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ടൂറിസ്റ്റേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ അവിടെ വന്നൊന്ന് ഷൂട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഞങ്ങൾ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞാണ് ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് പോയതും. ആ വഴിയാണ് കേട്ടോ ഇത്. ധനുഷ്കോടിയിലേക്ക് പോയപ്പോഴാണ് അവിടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ടൂറിസ്റ്റേഴ്സ് അലൗഡ് അല്ല എന്ന് അവിടെ പോലീസ് നിന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഈ പാമ്പൻ പാലത്തിലൂടെ തന്നെയാണ് തിരിച്ചു വരേണ്ടിയിരുന്നത്. അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ യാത്ര തുടങ്ങിയപ്പോൾ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെ ആയിരുന്നെങ്കിലും അഡ്ഡയൻ കണ്ടില്ലേ, ഇതായിരുന്നു അവസ്ഥ. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാതെ ഫുൾ ആ ഏരിയയിൽ വീടുകളൊന്നും ഇല്ലാത്ത ഏരിയയിലൂടെയൊക്കെ ആട്ടോ ഞങ്ങൾ രാത്രി കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നത്. തമിഴ്നാടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത് ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമിയാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കൃഷി. പിന്നെ ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് കൃഷിയും ഒന്നും അധികമില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ 4-day ട്രിപ്പ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.